നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ചെനാബ് മേൽപ്പാലത്തിലൂടെ വിജയകരമായി പരീക്ഷണോട്ടം നടത്തി ഇന്ത്യൻ റെയിൽവേ നടത്തിയ പരീക്ഷണയോട്ടത്തിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിൻ പാലത്തിലൂടെ കടന്നുപോയത്. ഇതോടെ പാലത്തിലുള്ള എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയായി. ജമ്മു കാശ്മീരിലെ റംബാൻ ജില്ലയിലെ സങ്കൽദാനിനും റിയാസിക്കുമിടയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാതയിലൂടെ റെയിൽ ഗതാഗതം വൈകാതെ ആരംഭിക്കുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. പരീക്ഷണോട്ടത്തിന്റെ വീഡിയോ വാർത്താ ഏജൻസി പുറത്തുവിട്ടു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. സങ്കൽദാനിനും റിയാസിക്കുമിടയിലൂടെ മെമു ട്രെയിൻ പരീക്ഷണോട്ടം വിജയകരമായിരുന്നുവെന്നും അശ്വിനി വൈഷ്ണവ് എക്സിൽ കുറിച്ചു. ഉധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിക്ക് കീഴിലാണ് ഈ എഞ്ചിനീയറിംഗ് വിസ്മയമായ റെയിൽവേ പാലം നിർമ്മിച്ചിരിക്കുന്നത്. കാശ്മീർ താഴ്വര ഇന്ത്യയിലെ റെയിൽ ശൃംഖലയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന മേൽപ്പാലം കൂടിയാണ് ചെനാബ് മേൽപ്പാലം. ലോകത്തിലെ 8ാമത്തെ അത്ഭുതമെന്നാണ് ചെനാബ് പാലത്തെ പലരും വിശേഷിപ്പിച്ചത്. പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ ഉയരമുണ്ട് പാലത്തിന്. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പദ്ധതികളിലൊന്നായിരുന്നു ഉധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്ക് പ്രൊജക്ട്. ഇതിനു കീഴിലാണ് ചെനാബ് മേൽപ്പാലം നിർമ്മിച്ചത്. 2022ലാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ചെലവ് 28,000 കോടി രൂപ. ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 38 തുരങ്കങ്ങളുടെ മാത്രം നീളം 119 കിലോമീറ്റർ വരും. ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 12.75 കിലോമീറ്റർ നീളമുള്ള തുരങ്കമാണ് രാജ്യത്തെ ഏറ്റവും വലിയ തുരങ്കം. പദ്ധതിയുടെ ഭാഗമായി 927 പാലങ്ങളും റെയിൽവേ നിർമ്മിച്ചു. പാലങ്ങളുടെ മാത്രം ദൈർഘ്യം 13 കിലോമീറ്ററാണ്. ജമ്മു കാശ്മീരിലൂടെയും പിന്നീട് പാക് പഞ്ചാബിലൂടെയും ഒഴുകുന്ന നദിയാണ് ചെനാബ്. ചെനാബ് നദിയിൽ നിന്നും 359 മീറ്റർ ഉയരത്തിലാണ് 1.3 കിലോമീറ്റർ നീളത്തിലുള്ള ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. പാലത്തിന്റെ കമാനത്തിന് മാത്രം 467 മീറ്ററാണ് ഉയരം. കോൺക്രീറ്റ് കൊണ്ടും ഉരുക്കുകൊണ്ടുമുള്ള ഈ നിർമ്മിതിക്ക് ഈഫൽ ടവറിനേക്കാളും 35 മീറ്ററാണ് ഉയരമുള്ളത്. ഖത്രയെയും ബനിഹാളിനെയും ബന്ധിപ്പിക്കുന്ന 111 കിലോമീറ്റർ നീളത്തിലുള്ള തന്ത്രപ്രധാന പാതയിലാണ് ഈ അത്ഭുത പാലമുള്ളത്. മുംബൈ ആസ്ഥാനമായുള്ള അഫ്കോൺസ് എന്ന കമ്പനിയാണ് പാലം നിർമ്മിച്ചത്. 28,660 മെട്രിക് ടൺ ഉരുക്കാണ് ഈ കൂറ്റൻ പാലത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. പാലത്തിന്റെ കരുത്തുകൂട്ടുന്നതിന് ആർച്ചിലുള്ള ഉരുക്കുപെട്ടികളിൽ കോൺക്രീറ്റ് നിറച്ചിട്ടുണ്ട്. 120 വർഷമാണ് കണക്കുകൂട്ടുന്ന ആയുസ്. മണിക്കൂറിൽ 266 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനെ വരെ പ്രതിരോധിക്കാൻ ചെനാബ് പാലത്തിന് സാധിക്കും. റിക്ടർ സ്കെയിലിൽ 8 വരെയുള്ള ഭൂകമ്പത്തെ അതിജീവിക്കാൻ ഈ പാലത്തിനാകും. ഭീകരാക്രമണ സാധ്യത കണക്കിലെടുത്ത് സ്ഫോടനങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയിലും കൂടിയാണ് ചെനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ബാരാമുള്ളയെയും ശ്രീനഗറിനെയും ജമ്മുവുമായി ബന്ധിപ്പിക്കുന്ന ചെനാബ് പാലം സഞ്ചാരയോഗ്യമാകുന്നതോടെ ഈ റൂട്ടിലെ യാത്രാസമയത്തിൽ 7 മണിക്കൂറോളം കുറവ് വരും. പാലത്തിലെ കാറ്റിന്റെ വേഗതയ്ക്കനുസരിച്ച് ട്രെയിനിന്റെ വേഗത ക്രമീകരിക്കുന്നതിനുള്ള സംവിധാനമടക്കം ഇവിടെ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. 2017 നവംബറിൽ നിർമ്മാണം ആരംഭിച്ച പാലത്തിന്റെ നിർമ്മാണ ചെലവ് 1,250 കോടി രൂപയാണ്. 2021 ഏപ്രിലിലാണ് ചെനാബ് റെയിൽപാലത്തിന്റെ ആർച്ചിന്റെ നിർമ്മാണം പൂർത്തിയായത്. 2022 ഓഗസ്റ്റിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. മെമു ട്രെയിൻ പരീക്ഷണോട്ടം കൂടി പൂർത്തിയാക്കിയതോടെ വൈകാതെ ഈ പാലത്തിന് മുകളിലൂടെ ഗതാഗതം ആരംഭിച്ചേക്കും. ഇന്ത്യയുടെ അഭിമാനമായ ചെനാബ് പാലം വിനോദസഞ്ചാര കേന്ദ്രമായി കൂടി വികസിപ്പിക്കാൻ റെയിൽവേക്ക് പദ്ധതിയുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലമായ ചെനാബ് പാലം ജമ്മു കാശ്മീരിലെ റെയ്സി ജില്ലയിലാണുള്ളത്. ഇവിടുത്തെ സവിശേഷ ഭൂപ്രകൃതിക്കൊപ്പം ചെനാബ് മേൽപ്പാലം കാണാനായി തന്നെ സഞ്ചാരികളെത്തും. എളുപ്പത്തിൽ കാശ്മീർ താഴ്വരയിലേക്ക് റെയിൽ മാർഗമെത്താൻ ചെനാബ് പാലം വഴി സഞ്ചാരികൾക്ക് സാധിക്കും. ഓരോ വർഷവും ആയിരക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് ജമ്മു കാശ്മീരിലെ റെയ്സി ജില്ല. ശിവ്ഖോരി, സലാൽ ഡാം, ഭീംഗ്രഹ് കോട്ട, വൈഷ്ണോദേവി ക്ഷേത്രം എന്നിങ്ങനെ പല കേന്ദ്രങ്ങളിലേക്കും സഞ്ചാരികൾ എത്താറുണ്ട്. ഇനി ചെനാബ് പാലം തുറക്കുന്നതോടെ അതും സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട കേന്ദ്രമായി മാറും. വാർത്തയുടെ നിറം തേടി തനി നിറം.